ഹോപ്പിൻസ് ക്യാൻഡി ടോയിലെ കുറേ ക്യാൻഡീസ് അവർ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം അൺബോക്സ് ചെയ്യണം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഞങ്ങൾ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഹോപ്പിൻസിന്റെ ഇത്രയും എന്താ പറയാ സംഭവം നമ്മൾ കാണുന്നത്. ഇതിൽ ആർക്കൊക്കെ ഈ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സും ലൈക്ക് നെസ്റ്റോ അതുപോലെ തന്നെ ലുലു എല്ലാം അവിടെ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ഫണ്ണാണ് അല്ലേ ടിയ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ടീക്കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞ്. ചിപ്പിക്ക് ഇത് അൺബോക്സ് ചെയ്യണോ അതോ വേറൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണോ? ഇത് അൺബോക്സ് ചെയ്താൽ മതി, കാരണം ഇതായിരിക്കും നല്ലോണം. ഇതിൽ കൊറേ ഉണ്ട് ഗൈസ്. ആക്ച്വലി നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് ഇതിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കിയാലോ ടിയ? ടീക്കുട്ടിയുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ ഒരു അൺബോക്സിംഗ് വരുന്നത്. സാധാരണ മെല്ലെ പൊക്കോ. അങ്ങനെ നമ്മളുടെ ആ ഒരു വലിയ സർപ്രൈസ് ഇവിടെ അൺബോക്സിംഗ് ആണ് കേട്ടോ. ഓക്കെ വെയിറ്റ് ഗൈസ്, ഇതാണ് ഹോപ്പിൻസിന്റെ ക്യാൻഡി ടോയുടെ ഒരു ചെറിയ കുട്ടി മിനി ബ്രൗഷർ. അപ്പോൾ എത്ര പേര് ഈ ഹോപ്പിൻസിന്റെ സംഭവം കഴിച്ചിട്ടുള്ളതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അതേ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കാർഡൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങളുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഹോപ്പിൻസ് കഴിച്ചിട്ടുള്ളത് ദുബായിലെ ഡേ ടു ഡേയിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടൊരു സംഭവം കേട്ടോ. ഇപ്പം അത് നമ്മുടെ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സുകളിലും അവൈലബിൾ ആണ്. മെല്ലെ ഒന്ന് അൺബോക്സ് ആരാണ് ഓക്കെ, അദ്ദിക്കുട്ടൻ ഓറഞ്ച് റാപ്പ്. ഓക്കെ, അപ്പൊ നമ്മളിതേ അദ്ദിക്കുട്ടൻ കണ്ടോ. ഒരു മിനിറ്റ് വെയിറ്റ്, പതിവില്ലാതെ നിൽക്കുട്ടിയാ ഒരു മിനിറ്റ് വെയിറ്റ്. പതിവില്ലാതെ നമ്മൾ വീഡിയോ എടുക്കാൻ വിളിച്ച ഒരാൾ വരാറില്ല. പക്ഷെ ഇന്ന് കണ്ടോ ഗൈസ്, ചന്തക്കാരനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. കാരണം ഇന്ന് ആളുടെ ഫേവറേറ്റ് സാധനം അൺബോക്സ് ചെയ്യാൻ പോകണം. അപ്പം ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങളിൽ മാത്രമേ വരാറുള്ളൂ. അപ്പം മെല്ലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഗൈസ്. ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിതേ മേലത്തെ ഈ ഒരു ചെറിയ പേപ്പേഴ്സ് എല്ലാം മാറ്റാം ഗൈസ്. ഇതാണ് മക്കളുടെ എക്സ്പ്രഷൻസ് ഒന്ന് നോക്കട്ടെ ഗൈസ്. പലതും നമുക്ക് കാണാം, നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തത് ദൈവമേ നോക്കിയേ. അപ്പോൾ ഇതിലെന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയാം. ഇതിൽ നിങ്ങൾക്ക് ആദ്യം ഏതൊക്കെയാണ് നമ്മളിപ്പം ഇതിൽ ഈ ഒരു ബട്ടർഫ്ലൈ ഗൈസ്, നമുക്കിപ്പോൾ ഇതിലൊരു 3-4 പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്യാം. ബാക്കിയെല്ലാം നമുക്ക് ഓരോരോ ഷോർട്ടായിട്ട് ചെയ്യാം. ഓക്കെ വെയിറ്റ്. അപ്പൊ ആദ്യം എന്റെ ചീക്കു എവിടെന്നാ ഇപ്പോ ഈ ആൾക്കത്തിരി സൗണ്ട് ഒക്കെ വന്നേ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് തന്നേ നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യണേ. നോക്കിട്ടിയ നിന്റെ ഡ്രസ്സും ഇതിന്റെ മാച്ചിങ് ആയിട്ടുണ്ടടാ, സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് എൻ്റെ അമ്മേ, ഇങ്ങനെ ഒരു കേടൻ ചിക്കു. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതൊക്കെയാണ് കഴിച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതൊരെണ്ണം ഇതിലുണ്ട്. ഞാനൊക്കെ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നത്. എന്തായാലും ഹോപ്പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ബ്രാൻഡിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് സംതിങ് വെരി യുണീക്കാണ്. അതുപോലെ തന്നെ നല്ല അഫോർഡബിളും ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആണ്. ഇത് നോക്കിയേ ചിപ്പി ഒന്ന് വെച്ചേടാ ഗൈസ്. ഇത് വെക്കാൻ പറ്റും. നോക്കി സൗണ്ട് ഉണ്ടാക്കല്ലേ. ഇത് എന്നിട്ട് എങ്ങനെയാടാ, ചോക്ലേറ്റ് കഴിക്കാനാണോ? ഓക്കെ, ഇതിന്റെ ഉള്ളിലല്ലേ. അയ്യോ, ഇതൊരു വെറൈറ്റി ആട്ടോ. ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ടീക്കുട്ടിയുടെ ഫേവറേറ്റ് അതാണ് ഗൈസ്. ഇനി എന്താ ടിയ? ഇത് നമുക്ക് ഓർമ്മയുണ്ടോ ടിയ? ഇത്രയും വലിയൊരു ലോലിപോപ്പ്. ഇതാദ്യമായിട്ട് കാണുന്ന സാധനം, ഈ ഒരു സാധനം കേട്ടോ. ഇത് നമുക്ക് ചെയ്യാം. പിന്നെ വേറെ ഏതാ? പിന്നെ ഇത് നമ്മൾ യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളാട്ടോ ഹോപ്പിൻസിൻ്റെ. പിന്നെ ഇത് നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ ഫണ്ണിയസ്റ്റ് സംഭവം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നമ്മുടെ ലുലു അതുപോലെ തന്നെ നെസ്റ്റോ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഇതിലുള്ള സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹോപ്പിൻസിൻ്റെ ഉണ്ടാവും. അപ്പോൾ അത് മസ്റ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അടിപൊളി എക്സൈറ്റിംഗ് ടോയ്സ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ മുത്തിന്റെ ഫേവറേറ്റ് ഏതാ? ആദ്യക്കുട്ടൻ്റെത്. സാധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ ഗേൾസിന് മാത്രമേ കാണൂ അല്ലേ? ഇത് നോക്കിയേ, ചിച്ചിന് നോക്കിയേ, ഇത് നോക്കിയേ. ബോയ്സിന് ഇതേ ആദ്യക്കുട്ടൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് ഡൈനോ. ടിയ അതെന്താടാ ഇപ്രാവശ്യം ഫുള്ള് നിന്റെ ഡ്രസ്സിന് മാച്ച് ആണല്ലോടാ. അങ്ങനെ എടാ അതും ഏകദേശം. എവിടെ നോക്കട്ടെ. ഒമ്മോ, ഇവിടെ ഊതടാ.
എന്ത് മുത്തേ മയങ്ങട കുറെ പേര് അദ്ദിക്കുട്ടൻ വീഡിയോയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദിക്കുട്ടന് ഇങ്ങനെ ഒരു ടോയ്സ് തന്നാൽ മാത്രമേ അദ്ദിക്കുട്ടൻ വീഡിയോയിലേക്ക് വരൂ ഗൈസ്. ഹീ സച്ച് എ ഫണ്ണി ബോയ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പം കുറച്ച് സംഭവങ്ങൾ നമ്മൾ ഇപ്പം വ്ളോഗിൽ നമ്മൾ അൺബോക്സ് ചെയ്യും. ആദ്യം നമ്മൾ അത് നമ്മൾ ഏതാണ് മൂന്ന് ടോയ്സ് ഉണ്ട്. ഇത് നമുക്ക് മൂന്നും കൂടെ ഏതാ ഇപ്പൊ ഇന്ന് നമുക്ക് വ്ളോഗിൽ ഏതാ അൺബോക്സ് ചെയ്യാം? ഓക്കെ, ഇതെന്താ സാധനം? ലൈറ്റ് ടോയ് ഇൻസൈഡ് ടീറെക്സ്. ഏതാത്? ഡൈനോ മൗത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളിപ്പം അൺബോക്സ് ചെയ്യാൻ പോവാണ്. എന്താവുന്നൊന്നും അറിയില്ല ഗൈസ്. ഓക്കെ, അപ്പം മെല്ലെ നമുക്ക് നമ്മുടെ ടീക്കുട്ടി ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലേതാ നിങ്ങൾക്ക് ഫസ്റ്റ് അൺബോക്സ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതായത് ഷോർട്ടില്. അപ്പം അതെ ഇങ്ങനെ ഒരു സാധനമാണ്. ഇത് നോക്കി ചിപ്പ് കുറച്ച് മുകളിലോട്ട് പൊക്കിയിടാ. ഓക്കെ, ആ ബട്ടൺ പ്രസ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണുന്നത് അതെന്താ? എലിഫന്റോ? ഇല്ല, ഇത് ഗ്ലോ ഇൻ ദ ഡാർക്ക് ആണ് തോന്നുന്നു ഗൈസ്. ഇപ്രാവശ്യം ബോയ്സിന് ഡൈനോസർ ഫാൻസ് ഒന്ന് കമന്റ് ചെയ്തേ. അയ്യോ, ഇതൊരു വേർത്ത് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. അയ്യോ എന്തൊരു അതില് എനിക്ക് തോന്നുന്നു ലൈറ്റ് ആണ് തോന്നുന്നു കേട്ടോ. അതില് ബാറ്ററി ഉണ്ട് ടിയ ഗൈസ്. ഇതിന്റെ ഉള്ളിൽ ഏതാ? നോക്കട്ടെ, ഇതില് വെച്ചേ. ഗ്ലോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യില് കാണിക്കുന്നത് ഇത്രയും ടോയ്സ് ഉണ്ട് ഗൈസ്. കഴിക്കാൻ തന്നിട്ടുള്ളത് ഒരു ലോലിപോപ്പ് സ്ട്രോബെറി ഫ്ലേവർ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ കവറിലെ സാധനം? എന്തായാലും മുട്ടായി ആയിരിക്കും. ഓക്കെ, ക്യാൻറ്റീൻ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഡൈനോസർ സംഭവങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. മമ്മ കയ്യിലിട. മമ്മ കയ്യിൽ ആദ്യം ഇടടാ. അയ്യോ താഴെ പോയി. ആദ്യക്കുട്ടൻ ടേസ്റ്റ് ചെയ്യൂ. രണ്ടുപേരും ടേസ്റ്റ് ചെയ്യൂ. എങ്ങനെയുണ്ട്? സൂപ്പർ, നന്നായിട്ടുണ്ട് അല്ലേ? കഴിച്ചോ കുഞ്ഞു? കഴിച്ചോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതും സെയിം ആണ്. അപ്പൊ നമ്മളത് ഓപ്പൺ ആക്കുന്നില്ല, സെയിം ആണ്. പിന്നെ ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു ഡൈനോസറിൽ നമുക്ക് കിട്ടിയത് ഈ ഒരു ലൈറ്റിംഗ് സാധനം, പിന്നെ കുറച്ച് ടോയ്സ്, പിന്നെ ഒരു ലോലിപോപ്പ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ വെച്ച് ഇവിടെ അദ്ദിക്കുട്ടൻ ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. മെല്ലെ ഊതുമുത്തേ. അവിടെ മിട്ടു കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റും കൂടി ഇതൊന്ന് അൺബോക്സ് ചെയ്യാട്ടോ. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇപ്പം അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ടീക്കുട്ടി കുറെ നേരായി ഈ വാട്ടർമെലൺ പോപ്സ്. ഓക്കെ, തുറന്നോളൂ. വാട്ടർമെലൺ പോപ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 3 സാഷേ ആയിട്ടാണോ വരുന്നത്? ഓക്കെ, അത് നമ്മൾ മമ്മച്ച് ഗൈസ് എങ്ങനെ ഉണ്ടാവും? റിയൽ അദ്ദിക്കുട്ടൻ ഓപ്പൺ ചെയ്ത് തരണം. നല്ല മണമുണ്ടോ? റെഡ്. ഗൈസ്, അദ്ദിക്കുട്ടൻ കഴിക്കണത് മുഴുവൻ കഴിഞ്ഞു. നോക്കട്ടെ ടിയ. എവിടെ ഗൈസ്? ഇവനെയൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ ഇവിടെ ടിയക്കുട്ടി ഇനിയും തുടങ്ങുന്നേല്ലോ കേട്ടോ. ഒറ്റ മിനിറ്റ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ടേസ്റ്റ് ഉണ്ടോ? കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. എവിടെടാ ചക്കരെ? എങ്ങനെയുണ്ട് മുത്തേ? പക്ഷെ എനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. വാട്ടർമെലൺ എൻ്റെ ഫ്ലേവർ അല്ല. അപ്പോൾ വാട്ടർമെലണും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടോ, ഒരു ഡൈനോസറാണ് ഇത്. നമുക്ക് ചീച്ചു നിൽക്കടാ. ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് തുറക്കും ഗൈസ്. ഇതൊരു ഫ്രൂട്ട് ജെല്ലീസ് വെച്ചിട്ട് സെറ്റ് ചെയ്താണ്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. തല ഇങ്ങനെ ആടുന്നു. അല്ലടാ, ഇങ്ങനെയല്ല. അയ്യോ, നിക്കൂ. ഒന്നുകൂടെ ആക്കി. സ്പീഡില്, ഭയങ്കര സ്പീഡില്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടാത്തത് കൊണ്ടാ. ഒറ്റ മിനിറ്റ്.
ഓക്കെ, ഇത് നമുക്കൊന്ന് അഴിക്കാം. ഇതിന്റെ ഉള്ളിൽ ഏത് തരം ക്യാൻഡിയാണ്? സത്യം പറഞ്ഞ ഗൈസ്, സാധാരണ എല്ലാവരും ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നത് സ്ഥലങ്ങൾ കാണാനാണല്ലേ ടിയ? പക്ഷെ നമ്മൾ എന്തിനാ പോകുന്നേ ടിയ? നമ്മൾ മെയിൻ പോകുന്നത് ഷോപ്പിംഗ് ആണ്. നമ്മൾ അമൃത TV ഡിജിറ്റൽ അവാർഡ് സമയത്ത് മിഥുൻ സാർ അതുപോലെ തന്നെ ശരത് സാർ എല്ലാവരും ചോദിച്ചിരുന്നു എവിടെയാണ് പോണേന്ന്. പക്ഷെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ അറിയുന്നവർ, ഒരു ക്ലൂ ഒക്കെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ നമ്മൾ ദേ ഡൈനോസറിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാ അപ്പോൾ തുറക്കാനറിയാതെ നിൽക്കാട്ടോ. അങ്ങനെ ദേ വന്നു ഗൈസ്. ഇത് ജസ്റ്റ് ഇനി ഇതിന് പൊട്ടിക്കണം തോന്നുന്നു അല്ലേ ടിയ? അങ്ങനെ ഈ ഡൈനോസറിന്റെ ബാക്കിലാണ് നമ്മൾ തുറക്കേണ്ടത്. ഓ ഗൈസ്, അടിപൊളി സാധനം കേട്ടോ. ഇത് റിയൽ ഫ്രൂട്ടിന്റെ ജെല്ലിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇത് സംഗതി ഓക്കെ, രണ്ടുപേരും ഓപ്പൺ ചെയ്തേ. എല്ലാം സെയിം ആണ്. എല്ലാം സെയിം ആണ്. ദൈവമേ ഗൈസ്. ഇനി അടുത്തതാണ് നമ്മൾ അടി കാണുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് എവിടെ നോക്കട്ടെ, ഇതൊന്ന് കാണിച്ചേ ഗൈസ്. ഇവിടെ ആള് കഴിച്ചു ഗൈസ്, നോക്കട്ടെ. ഇനി കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? രണ്ടെണ്ണം കിട്ടിയോ? എവിടെ നോക്കട്ടെ. എടാ ഗൈസ്, ഈവൻ ഉണ്ടല്ലോ ഗൈസ്. ഈവൻ ഒന്നും നിക്കുന്നില്ല ഗൈസ്, എല്ലാം കഴിച്ചു. അങ്ങനെ ദേ അത് അടുത്തത് ഓറഞ്ച് ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഹോപ്പിൻസിന്റെ ബ്രാൻഡിന്റെ ക്യാൻഡി ടോയ്സ് കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നമ്മളുടെ എല്ലാ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് ഇപ്പം. ഏതാ ടിയ? മമ്മയ്ക്ക് കിട്ടിയില്ല പൊന്ന. ഏത്? താടാ, മമ്മയ്ക്കൊന്ന് താടാ. താങ്ക് യു. ഓക്കെ, ഇത് ഗ്രേപ്സ്. അതെങ്ങനെയുണ്ട്? എനിക്ക് കിട്ടിയത് സൂപ്പറാ, അടിപൊളി. അടുത്തത് നമ്മൾ ഷോക്ക്. നമ്മൾ സാധാരണ മാജിക് പോപ്പ് പോലത്തെ അവരുടെ ഒരു പോപ്പിംഗ് ക്യാൻഡിയാണ്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് നോക്കാട്ടോ. ഒരെണ്ണം ഓപ്പൺ ചെയ്താൽ മതി, രണ്ടെണ്ണം ഓപ്പൺ ചെയ്യല്ലേ മക്കളെ? ഒരെണ്ണം ഓപ്പൺ ചെയ്താൽ മതി. അതിൽ ഓപ്പൺ ചെയ്യല്ലേ? ഓക്കെ, അതിൽ ഓപ്പൺ ചെയ്യരുത്, അതിൽ തരാം. രണ്ടും കൂടെ ഓപ്പൺ ചെയ്ത് അതിന് ഡ്രൈ ആക്കരുത്. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ടിയ. നമുക്കൊന്ന് നോക്കാം വായിലിട്ടിട്ട് എന്തുമാത്രം പൊട്ടുന്നുണ്ടെന്ന്. എടാ, അത് മുഴുവൻ കഴിക്കാണോ? ശരി, നീ കഴിച്ചു. ഓക്കെ, അപ്പൊ ആദ്യം ഒന്ന് കയ്യിലൊന്ന് ഇട്ടെന്നേ നോക്കട്ടെ. കുറച്ച് മതിട്ടോ എന്നാ. ഓക്കെ, അങ്ങനെ ഇടരുത്. വായിൽ മൊത്തം കൂട്ട്. ഇത് വേണ്ട, നീ മൊത്തം എടുത്തോ. എന്നിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് മൊത്തം. മതി. സൗണ്ട് കേട്ടു ഗൈസ്. അടിപൊളിയാണോ? യെസ് ഗൈസ്, അടിപൊളിയാണ്. എല്ലാവർക്കും സൗണ്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. അത് അടിപൊളിയാണോ? മൊത്തം ഇടാൻ പോവാണ്. അമ്മ അടുത്ത് വെക്കരുത്. ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ആട്ടോ, അടിപൊളിയായിട്ട്. ഇവിടെ ഒരു അധികൂട്ടിന് അത് മൊത്തത്തിന് ഉള്ളിൽ ഇനി വല്ലതും ഉണ്ടോ നോക്കാട്ടോ. സംഗതി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല കുറെ നേരം നിൽക്കുന്നുണ്ട്, പോപ്പ് ചെയ്യുന്നുണ്ട് കുറെ നേരം അല്ലേ മുത്തേ? സൂപ്പറായിട്ട്. ഇത് നമ്മളൊരു ഹോട്ട് ലോലിപോപ്പാണ്. അപ്പോൾ ഇത് തരാം. അപ്പൊ രണ്ടുപേരും ഈ ഹോട്ട് ലോലിപോപ്പ് കഴിക്കാൻ പോവാട്ടോ. എത്രത്തോളം എരിവുണ്ട് എന്താണെന്ന് നമുക്ക് ഓക്കെ പറയൂ. യെല്ലോ എന്ന് പറയുന്നത് ഒരു സ്പൈസി ഉള്ളൂ, അതുകൊണ്ട് ഒരു ചില്ലി. നല്ല കുറച്ച് സ്പൈസി ഉള്ളത് 2 ചില്ലി ഉണ്ട്. ഓക്കെ, നല്ല സ്പൈസി ഉള്ളത് 3 ചില്ലി. അപ്പൊ ടീക്കുട്ടി 3 ചില്ലി ഉള്ളതാണ് കഴിക്കാൻ പോകുന്നത്. 1. ഓക്കെ, കൊച്ചു ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നേടാ. ടീച്ചേഴ്സിന്റെ അടുത്തിരുന്നേ. കുറച്ചുകൂടി ചേർന്നിരുന്നേ നോക്കട്ടെ. ഓക്കെ, അപ്പൊ ടീക്കുട്ടി നല്ല എരിവുള്ളതും അദ്വിക്കുട്ടൻ കുറച്ച് മീഡിയം എരിവുള്ളതും കഴിക്കാൻ പോവാണ്. ഇത്ര നേരായിട്ട് ഓപ്പൺ ആക്കിയില്ലത്. ടീക്കുട്ടിയുടെ ഓപ്പണായി. ടീക്കുട്ടി 3 എണ്ണം. ദൈവമേ, ഇത് ചില്ലിയാണ്. അദ്വിക്കുട്ടൻ ഒന്നാതെ. അദ്വിക്കുട്ടന്റെ എന്ത് പറ്റി? അത് സാരമില്ല, ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ, അദ്വിക്കുട്ടൻ ഒരു മീഡിയം ഇത് കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ടീക്കുട്ടിയാണ്.
അതിക്കുട്ടൻ കഴിച്ചു. പിന്നെ ടീയക്കുട്ടി ഇതിൽ 3 ചില്ലി അടങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പേടിച്ചിട്ടാട്ടോ ആള് കഴിക്കുന്നത്. പക്ഷെ അത്ര വലിയ സംഭവമൊന്നും അല്ല. ചെറിയ എരിവുണ്ടോ? ആ അത്രേ പറയാനുള്ളൂ. എരിവുണ്ട് ഗൈസ്. ഞാൻ അത്ര ഫാൻ അല്ല. താഴെ വിടോ? ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ അൺബോക്സിംഗ് ഉള്ളത്. ഇനി നമ്മൾ ബാക്കിയുള്ള ഷോർട്ടിൽ നമ്മളിത് ഈ 3 സാധനങ്ങൾ അൺബോക്സ് ചെയ്യും. അതുപോലെ തന്നെ ഈ 3 സാധനങ്ങളും നമ്മൾ ഇനി ഓരോരോ ഷോർട്ട് വീഡിയോയിൽ അൺബോക്സ് ചെയ്യുന്നതാണ് കേട്ടോ.